ഹായ്, വെൽക്കം ബാക്ക് ടു അബിസ്വിഷൻ. നമ്മുടെ ഫോൺ നമ്പർ, നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ മറ്റുള്ള ആളുകൾക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് പലപ്പോഴും നമ്മൾ സംശയിക്കാറുണ്ട് അല്ലേ. നമുക്ക് വരുന്ന പരസ്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വരുന്ന അനാവശ്യ കോളുകൾ, അങ്ങനത്തെ പല കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് കിട്ടുന്നത്. അതിനുള്ള 2-3 ഓപ്ഷൻസ് നമ്മുടെ വാട്സപ്പിൽ തന്നെ ഉണ്ട്. ഞാൻ 3 ഓപ്ഷൻസ് കാണിച്ചു തരാം. അതെല്ലാം നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചിട്ടോ നോക്കി വെക്കുക. അങ്ങനെ അതാണെങ്കിൽ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുവഴി നിങ്ങളുടെ ഫോൺ നമ്പർ കോൺടാക്ട്സ് ഒക്കെ ലീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ഈ 3 സെറ്റിംഗ്സ്, അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ആ 3 സെറ്റിംഗ്സും ഓൺ ആണെങ്കിൽ നിങ്ങളൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. മാത്രമല്ല, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ, ലൈക്ക് ബട്ടൺ, എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ ഫോണിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ ഉണ്ടല്ലോ, നമ്മുടെ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ നമ്പർ ലീക്ക് ആയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. അത് എങ്ങനെയാണ് ലീക്ക് ആവുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് നോക്കാം. 3 സെറ്റിംഗ്സ് പറയുന്നുണ്ട്. 3 കയറി നമ്മൾ പറയുന്ന പോലെ തന്നെ ചെയ്യുക. ഇവിടെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിൽ സെർച്ച് ഓപ്ഷനിൽ ഞാൻ പറയുന്ന പോലെ ഒന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് നമുക്കിവിടെ സ്പെല്ലിംഗ് അടക്കം ഞാൻ പറഞ്ഞുതരാം. പെർമിഷൻ നമ്മളത് കൊടുക്കുന്ന സമയത്തേക്ക് തന്നെ വരുന്നുണ്ട്. പെർമിഷൻ മാനേജർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ സെർച്ച് ഓപ്ഷനിൽ കൊടുക്കുക. ഇവിടെ പെർമിഷൻ മാനേജർ കാണിക്കുന്നുണ്ട്. കൺട്രോൾ പറയുന്ന ഒരു ഓപ്ഷനിൽ പെർമിഷൻ മാനേജർ. ഇവിടെ നമുക്ക് ആ പെർമിഷൻ മാനേജറിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കോൺടാക്ട്സ് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ആപ്സിലേക്കാണ് നമ്മൾ പെർമിഷൻ കൊടുത്തിരിക്കുന്നത്, നമ്മുടെ ഫോൺ നമ്പർ കോൺടാക്ട്സ് കിട്ടാനുള്ള പെർമിഷൻ കൊടുത്തിരിക്കുന്നത് നോക്കുക. ഇവിടെ കണ്ടില്ല, ഇവിടെ അനാവശ്യമായിട്ട് ഓരോ ആപ്ലിക്കേഷനിലും ഞാൻ എന്റെ കോൺടാക്ട്സിന് അലൗ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ഫോണിൽ ഏതൊക്കെയാണോ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പെർമിഷൻ നമുക്ക് ഡോണ്ട് അലൗ കൊടുത്തിട്ട് ഒഴിവാക്കുക. അത് ഒന്നാമത്തെ കാര്യം. ഇപ്പൊ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കൂടി നോക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് നോക്കാം ഇത് നിങ്ങളുടെ ഫോണിൽ ഏത് രീതിയിലാണ് വരുന്നത് നോക്കുക. എന്റെ ഫോണിൽ എങ്ങനെയാണ് കാണിക്കുന്നത്. ഇപ്പൊ ഇവിടെ അലൗ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡോണ്ട് അലൗ കൊടുക്കുക. ഇതാണ് ഒന്നാമത്തെ സെറ്റിംഗ്സ്. ഇതുവഴി നിങ്ങളുടെ ഫോൺ നമ്പർ പല ആപ്ലിക്കേഷനിലേക്കും പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ എടുത്ത് കാണിച്ചു തരാം. രണ്ടാമത്തെ ഓപ്ഷൻ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുവഴി നിങ്ങളുടെ കോൺടാക്ട് നമ്പർ മറ്റുള്ള തേർഡ് പാർട്ടിക്കും മറ്റും ഷെയർ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനായി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഈ പറഞ്ഞിരിക്കുന്ന സെറ്റിംഗ്സിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ പറയുന്ന ഓപ്ഷനിലേക്ക് ഒന്നുകൂടി കയറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ നമുക്ക് ഓൾ സർവീസസ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓൾ സർവീസസ് ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ കണ്ടില്ലേ, ഓട്ടോഫിൽ വിത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷന് താഴെയായിട്ട് ഇവിടെ കാണാം ഫോൺ നമ്പർ ഷെയറിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ. ആ ഫോൺ നമ്പർ ഷെയറിംഗിൽ ഇത് എനേബിൾ ആണോ എന്ന് നോക്കുക. നമ്മളുടെ ഫോൺ നമ്പർ ഷെയർ ചെയ്യാനുള്ള ഒരു പെർമിഷൻ നമ്മൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇതുവഴി നമ്മുടെ ഫോൺ നമ്പർ ഷെയർ ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ഓഫ് ചെയ്യുക. അടുത്ത സെറ്റിംഗ്സ് ആയിട്ടുള്ളത് നമുക്ക് ഗൂഗിൾ ക്രോമിലാണുള്ളത്. ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ 3 ഡോട്ട്സ് കാണുന്നില്ലേ മുകളിൽ, ആ 3 ഡോട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് താഴേക്ക് വരുന്ന സമയത്ത് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സെറ്റിംഗ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അഡ്രസ് ആൻഡ് മോർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെയും കൂടി കണ്ടില്ല, ഇവിടെ ഷെയർ ആൻഡ് സേവ് ആൻഡ് ഫിൽ അഡ്രസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഡിസേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇത്രയും 3 കാര്യങ്ങൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പർ കോൺടാക്ട്സ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് തടയാൻ വേണ്ടി സാധിക്കും.